ദേശീയപാത നെല്ലായിയിൽ കാറിടിച്ച് സൈക്കിൾ യാത്രക്കാരനായ വയോധികൻ മരിച്ചു. നെല്ലായി പന്തലൂർ സ്വദേശി പനിയത്ത് വീട്ടിൽ 74 വയസ്സുള്ള കൊച്ചുമോനാണ് മരിച്ചത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ നെല്ലായി സെന്ററിന് സമീപത്തായിരുന്നു അപകടം. എയർപോർട്ടിൽ നിന്നും വന്ന ഇന്നോവ കാറാണ് ഇടിച്ചത്. ഉടനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടകര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. IT പ്രോഡക്ട്സും വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിൽ നിന്നും വിശ്വസിച്ച് വാങ്ങാവുന്നതാണ്. വെസ്റ്റ് മങ്ങാട് കൊട്ടിയാട്ടുമുക്ക് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരാഘോഷം ഞായറാഴ്ച നടന്നു. കുന്നംകുളം മേഖലയിലെ ആദ്യ പൂരമാണിത്. ഞായറാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ മേൽശാന്തി അബിൻ തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവ നടത്തി. ഉച്ചയ്ക്ക് 2 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. കൊമ്പൻ അക്കിക്കാവ് കാർത്തികേയൻ തിടമ്പേറ്റി. വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിലുള്ള പഞ്ചാരിമേളം അകമ്പടിയായും പ്രാദേശിക പൂരങ്ങൾ വൈകിട്ട് 5:30 മുതൽ ക്ഷേത്ര പ്രദക്ഷിണം നടത്തി കൂട്ടിയെഴുന്നള്ളിപ്പിന് അണിനിരന്നു. 12 ആഘോഷ കമ്മിറ്റികളിൽ നിന്നായി കേരളത്തിലെ പേരുകേട്ട ചിറക്കൽ കാളിദാസൻ, തിരുവമ്പാടി ചന്ദ്രശേഖരൻ, ചെർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ, കുന്നത്തൂർ രാമു, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ തുടങ്ങി 15 ഗജവീരന്മാർ 7 മണിക്ക് നടന്ന കൂടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നു. ഉണ്ണിനായരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളവും ഉണ്ടായിരുന്നു. തുടർന്ന് 8-ന് തീർത്ഥം ആഘോഷ കമ്മിറ്റിയുടെ തെയ്യക്കാഴ്ച അമ്പലത്തിൽ എത്തിച്ചേർന്നു. 9-ന് നടപ്പുരമേളം അരങ്ങേറി. രാത്രി പൂരം ആവർത്തനത്തോടെ ഈ വർഷത്തെ പൂരാഘോഷത്തിന് സമാപനമായി. ആഘോഷങ്ങൾക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് KU രവി, സെക്രട്ടറി VV മുരളി, ട്രഷറർ VR രാജേന്ദ്രൻ തുടങ്ങിയ കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകി. വെഡിംഗ് കമ്പനി വിവാഹം, ജന്മദിനാഘോഷം, സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം, പ്രീ വെഡിംഗ് തുടങ്ങി നിങ്ങളുടെ മനോഹരമായ നിമിഷങ്ങൾ ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി കളർഫുള്ളാക്കാൻ പാര വെഡിംഗ് കമ്പനിയെ സമീപിക്കാം. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ ലാമിനേഷൻ, ലൈവ് സ്ട്രീമിംഗ്, ഫോട്ടോ പ്രിന്റിംഗ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. പുണ്യപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ ആയിരക്കണക്കിന് ഭക്തരാണ് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയത്. ഏകാദശി വ്രത വിഭവങ്ങളോടെയുള്ള പ്രസാദൂട്ട്
രാവിലെ 9 മണിക്ക് തുടങ്ങി. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗുരുവായൂരപ്പന്റെ ഛായാചിത്രത്തിനു മുന്നിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ PC ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പാളപാത്രത്തിൽ ഭഗവാനായി വിഭവങ്ങൾ വിളമ്പി. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവർ ഭക്തർക്ക് പ്രസാദൂട്ട് വിളമ്പി നൽകി. ആയിരക്കണക്കിന് ഭക്തർ പ്രസാദൂട്ടിൽ പങ്കെടുത്തു. കുന്നംകുളം തൃശൂർ റോഡിൽ ആംബുലൻസും കാറുകളും കൂട്ടിയിടിച്ച് അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇന്ന് ഉച്ചയ്ക്ക് 12:30 കുന്നംകുളം സൈമൺസ് കണ്ണാശുപത്രിക്ക് മുൻപിലാണ് അപകടമുണ്ടായത്. എറണാകുളത്ത് നിന്ന് എടപ്പാളിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കാർ അശ്രദ്ധമായി തിരിച്ചതോടെ ആംബുലൻസും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് സമീപത്തെ പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു കാറിലും ഇടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായ ഗതാഗതം തടസ്സപ്പെട്ടു. അപകടശേഷം ആംബുലൻസ് രോഗിയുമായി യാത്ര തുടർന്നു. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. പെരുന്നാളിന്റെയും പൂരങ്ങളുടെയും നാടായ പഴഞ്ഞിയുടെ ഗ്രാമഭംഗിയിലേക്ക് ആധുനികതയുടെ സൗന്ദര്യവുമായി മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. ആഘോഷങ്ങളെ മറക്കാത്ത ഓർമ്മകളാക്കാൻ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒത്തുചേരാൻ ആധുനികമായ ദൃശ്യ ശബ്ദ സംവിധാനങ്ങളോടെ വിശാലമായ AC ബാങ്ക്വറ്റ് ഹാൾ. വിശ്രമിക്കാനും ഒരുങ്ങുവാനും ഫീഡിംഗ് സൗകര്യങ്ങൾക്കും മറ്റുമായി സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സൗകര്യം. രാത്രികളിലെ ഓപ്പൺ എയർ ആഘോഷങ്ങൾ കെങ്കേമമാക്കാൻ അതിമനോഹരമായ റൂഫ് ഗാർഡൻ, വിശാലമായ കാർ പാർക്കിംഗ്, ബാപ്റ്റിസം, ബെട്രതൽ സെറമണി, മെഹന്തി, ഹൽദി, ഇന്റിമേറ്റ് വെഡ്ഡിംഗ് ഫംഗ്ഷനുകൾ, കുടുംബസംഗമം, ബർത്ത്ഡേ പാർട്ടികൾ, ഗ്രൂം ടു ബി, ബ്രൈഡ് ടു ബി ആഘോഷങ്ങൾക്കും ബിസിനസ് മീറ്റിംഗുകൾക്കും ഏറ്റവും അനുയോജ്യം. മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. സെലിബ്രേറ്റ് വിത്ത് എലഗൻസ്. വടക്കേ തലയ്ക്കൽ ഫെർണാണ്ടോ മോഹന്റെ ഉടമസ്ഥതയിലുള്ള ജയ്ഹോ മാരി ക്രിസ് വില്ലാസ്, മെയിൻ റോഡ്, പഴഞ്ഞി. നവംബർ 30 വൈകിട്ട് 5 മണിക്ക് പഴഞ്ഞി പള്ളി വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ആന്റണി പൗലോസ് എന്നിവർ ചേർന്ന് വില്ലയുടെ കൂദാശ കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും പങ്കെടുത്തു. ഈ വില്ലയിൽ 4 അപ്പാർട്ട്മെന്റുകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഓരോ അപ്പാർട്ട്മെന്റിലും 2 ബെഡ്റൂം, 2 ബാത്റൂം, ഹാൾ, ഡൈനിങ് ഹാൾ, പ്യുവർ ഡ്രിങ്കിംഗ് വാട്ടർ, പാർക്കിംഗ് സൗകര്യം എന്നിവ ലഭ്യമാണ്. ബിസിനസ് ആവശ്യങ്ങൾക്ക് ബന്ധപ്പെടുക. ഫെർണാണ്ടോ 9567933471. ലിലു ബിൽഡേഴ്സ് 9496166811.
ക്ലാസ് ഒക്കെ കഴിഞ്ഞില്ലേ? ഇനി എന്താ പ്ലാൻ? പ്ലാന് എനിക്ക് കൊമേഴ്സ് ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ എവിടെ ഏത് കോഴ്സ് എടുക്കണം അതിനെ കുറിച്ചുള്ള ഐഡിയ ഒന്നുമില്ല. ഓ, ഫ്യൂച്ചർ കൊമേഴ്സ് ഫീൽഡിലാക്കാനാണോ പ്ലാൻ? പക്ഷെ വെറും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിച്ചോണ്ട് കാര്യമുണ്ടോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? പിന്നെ എല്ലാരും എങ്ങനെ പഠിക്കുന്നേ? ഇപ്പൊ എല്ലാരും കരിയർ ഓറിയന്റഡ് കോഴ്സാ പഠിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങിൽ ഒരു 1 ഇയർ റെസിഡൻഷ്യൽ പ്രോഗ്രാം ചെയ്യേ. പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും ഉണ്ടാവും. റെസിഡൻഷ്യൽ പ്രോഗ്രാമോ? ഞാനിതുവരെ കേട്ടിട്ടില്ലല്ലോ. നീ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ. കേരളത്തിൽ തന്നെ ആദ്യത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണിത്. പിന്നെ മാത്രല്ല, അക്കൗണ്ട് ഓഡിറ്റിംഗിലെല്ലാം 30 വർഷത്തെ എക്സ്പീരിയൻസും ഇവർക്കുണ്ട്. നിരവധി ബിസിനസ്സുകൾക്ക് കൺസൾട്ടിംഗ് നടത്തുന്ന സ്ഥാപനമാണ്. 1 വർഷത്തെ ക്ലാസ് കൊണ്ട് തന്നെ നിനക്ക് പ്രൊഫഷണൽ ആവാം. അക്കൗണ്ടിംഗ് പ്രാക്ടീസിലൂടെ നിനക്ക് ഈ GST, ടാലി, SAP പോലെയുള്ള ലീഡിംഗ് സോഫ്റ്റ്വെയർസ് കൈകാര്യം ചെയ്യുന്നതിൽ എക്സ്പീരിയൻസും പിന്നെ മോക്ക് ഇന്റർവ്യൂസ്, പ്രസന്റേഷൻസ്, ക്ലയന്റ് ഡീലിംഗ്സ് ഒക്കെ ചെയ്യുന്നതിലൂടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മെച്ചപ്പെടുത്താനും കഴിയും. ഇതെല്ലാം അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? നിനക്ക് ഫ്യൂച്ചർ സെക്യൂർ ആക്കണമെന്നുണ്ടെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ അഡ്മിഷൻ എടുത്തോ. പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ ഗുരുവായൂരിൽ വൻ ഭക്തജന തിരക്ക്. ഇത്തവണ സുപ്രീം കോടതി വിധി പ്രകാരം ഉദയാസ്തമന പൂജയോടുകൂടി ഏകാദശി ആഘോഷിച്ചു. 1 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഗുരുഭവനപുരിയിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. ഏകാദശി വ്രതം നോൽക്കുന്ന ആളുകൾ മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് ദർശനം നേടിയത്. ഇത്തവണ പതിവിൽ നിന്ന് വിപരീതമായി വൻ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ഏകാദശി തിരക്ക് കണക്കിലെടുത്ത് ഉദയാസ്തമന പൂജ ഒഴിവാക്കിയിരുന്നുവെങ്കിലും പിന്നീട് അത് വിവാദമായതിനെ തുടർന്ന് സുപ്രീം കോടതിയുടെ വിധിപ്രകാരം ഉദയാസ്തമന പൂജയോടുകൂടിയാണ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടിയത്. 5 പൂജകൾ കഴിഞ്ഞാൽ ഓരോ മണിക്കൂറും തുടർച്ചയായി ഭക്തർക്ക് ദർശനം അനുവദിച്ചു. 53 മണിക്കൂർ നട തുറന്നിരിക്കും. അതോടൊപ്പം വ്രതമെടുത്ത് വരുന്നവർക്ക് സ്പെഷ്യൽ ക്യൂവും ക്രമീകരിച്ചിട്ടുണ്ട്. തിരക്ക് കണക്കിലെടുത്ത് ദർശനത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കാനും സുരക്ഷതയ്ക്കുമായി കൂടുതൽ പോലീസിന്റെയും സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെയും സേവനവുമുണ്ട്. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളോടും കൂടി ഏകാദശി ആഘോഷങ്ങൾ ഭക്തിസാന്ദ്രമായി. KNR ഫുഡ്സിന്റെ പുതിയ സ്ഥാപനമായ സ്നേക്കിസ്റ്റ് 2025 നവംബർ 16 തീയതി ഞായറാഴ്ച 3 മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസനം മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനിയുടെ തൃക്കരങ്ങളാൽ സ്ഥാപനത്തിന്റെ കൂദാശയും ഉദ്ഘാടനവും നിർവഹിച്ചു. ചടങ്ങിൽ വൈദികർ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ, സ്റ്റാഫുകൾ എന്നിവർ സന്നിഹിതരായിരുന്നു. മാനേജിംഗ് ഡയറക്ടർ കൊച്ചുമോൻ നന്ദി അറിയിച്ചു. എല്ലാവിധ സ്നാക്സുകളും ക്വാളിറ്റിയോടുകൂടി തയ്യാറാക്കുന്ന പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ് യൂണിറ്റാണ് പഴഞ്ഞി ചെറുതുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ സ്നാക്സുകൾ മൊത്തമായും ചില്ലറയായും നൽകപ്പെടുന്നു. സഹോദര സ്ഥാപനം നോബിൻ ട്രേഡേഴ്സ്, എറണാകുളം. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കുള്ള ഗുരുവായൂരപ്പന്റെ സ്വർണ്ണക്കോലം എഴുന്നള്ളിപ്പ് നടന്നു. രാവിലെ നടന്ന കാഴ്ച ശിവേലിയിൽ കൊമ്പൻ ഇന്ദ്രൻ സ്വർണ്ണക്കോലമേറ്റി. വിഷ്ണുവും ചെന്താമരാക്ഷനും പറ്റാനകളായി. തുടർന്ന് പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് 3 ആനകളുമായി എഴുന്നള്ളിപ്പ് നടന്നു. പല്ലശ്ശന മുരളിയുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അകമ്പടിയായി. തിരിച്ചെഴുന്നള്ളിപ്പിന് ഗുരുവായൂർ മുരളിയുടെ നാദസ്വരവുമുണ്ടായി. ദശമി ദിവസമായ ഞായറാഴ്ച പുലർച്ചെ തുറന്ന ക്ഷേത്രനട ഇനി പൂജകൾക്കല്ലാതെ ചൊവ്വാഴ്ച 8 മണിവരെ അടയ്ക്കുന്നതല്ല. സന്ധ്യയ്ക്ക് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും രഥമെഴുന്നള്ളിപ്പുണ്ടായിരിക്കും. രാത്രി വിളക്കെഴുന്നള്ളിപ്പ് 11 മണിക്ക് തുടങ്ങി വെളുപ്പിന് 2 സമാപിക്കും. ചൊവ്വാഴ്ച രാവിലെ ദ്വാദശി ഊട്ടുകഴിഞ്ഞ് ശുദ്ധിക്ക് ശേഷം ഗോപുരവാതിൽ അടയ്ക്കും. പിന്നീട് വൈകിട്ട് 3:30 മാത്രമേ തുറക്കൂ. ക്ഷേത്രത്തിനകത്ത് ശിവേലി അടക്കം എല്ലാ ചടങ്ങുകളും നടക്കും. ഈ സമയം ക്ഷേത്രത്തിന് പുറത്ത് വിവാഹമടക്കമുള്ള ചടങ്ങുകൾ നടത്തുന്നതല്ല. പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ദേവാലയത്തിൽ ശതോത്തര സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ആദരണീയം ചടങ്ങ് സംഘടിപ്പിച്ചു. ഇടവകയിൽ മുൻപ് സേവനം ചെയ്ത വികാരിമാർ, കൈക്കാരന്മാർ, മറ്റ് ഔദ്യോഗിക സ്ഥാനം വഹിച്ചിരുന്നവർ എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. ഫാദർ ജോസ് തത്രത്തിൽ, ഫാദർ ജോൺസൺ ഐനിക്കൽ, ഫാദർ വർഗീസ് പാലത്തിങ്കൽ, ഫാദർ പോൾസൺ തട്ടിൽ, ഫാദർ സെബി ചിറ്റാട്ടുകര, ഫാദർ ഡേവിഡ് പുലിക്കോട്ടിൽ എന്നിവരുടെ നേതൃത്വത്തിൽ സമൂഹബലിയും തുടർന്ന് സ്നേഹവിരുന്നും നടന്നു. ഇടവക വികാരി ഫാദർ ആൻഡോ ഒല്ലൂക്കാരൻ,
കൺവീനർ സോജൻ ജോസ്, ജനറൽ കൺവീനർ TC ജോർജ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കൂനമൂച്ചി സെന്റ് ഫ്രാൻസിസ് സേവ്യർ ദേവാലയത്തിലെ ഊട്ടുതിരുനാളിന്റെ കൊടിയേറ്റം നടന്നു. രാവിലെ നടന്ന ദിവ്യബലിക്ക് ശേഷം ഇടവക വികാരി ഫാദർ ജെയ്സൺ മാറോക്കി കൊടിയേറ്റം നിർവഹിച്ചു. ഡിസംബർ 7-ാം തീയതിയാണ് ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ ആഘോഷിക്കുന്നത്. രാവിലെ 6:30 ഇടവക വികാരി ഫാദർ ജെയ്സൺ മാറോക്കി കാർമ്മികനായ ദിവ്യബലിക്ക് ശേഷം 9:30 നടക്കുന്ന തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് കപ്പുച്ചിൻ ഫാദർ റോജർ വാഴപ്പിള്ളി മുഖ്യ കാർമ്മികനാകും. ചെമ്മണ്ണൂർ ഇടവക വികാരി ഫാദർ ഗ്ലാഡറിൻ വട്ടക്കുഴി തിരുനാൾ സന്ദേശം നൽകും. ശേഷം പള്ളി ചുറ്റിയുള്ള പ്രദക്ഷിണവും ഉണ്ടാകും. തുടർന്ന് പാരിഷ് ഹാളിൽ ഊട്ടുസദ്യ ഉണ്ടായിരിക്കും. കൊടിയേറ്റത്തിന് കൺവീനർ AJ ജോൺസൺ, ട്രഷറർ KV ജോയ്, കൈക്കാരന്മാരായ അൽഫോൺസ് മുട്ടത്ത്, ജോഷി വർഗീസ്, KV ജോയ്, MK റജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇപ്പോൾ 9th പഠിക്കുന്ന സ്റ്റുഡൻസിനായി സയൻസ് ഷെയിൽ നെക്സ്റ്റ് ഇയർ 10th ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്സ് ബേസിക് ടെസ്റ്റുകൾ നടത്തി അവരുടെ ഇഷ്യൂസ് പറഞ്ഞു കൊടുക്കും. കൂടാതെ ഫിസിക്സിലെ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസും ചെയ്തു കൊടുക്കും. അതിനോടൊപ്പം തന്നെ ജാനുവരിയിൽ സയൻസിന്റെയും മാത്സിന്റെയും 5ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യുന്നു. താല്പര്യമുള്ളവർ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ മാത്സ് ഫെയർ 2025 സംഘടിപ്പിച്ചു. ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗണിതശാസ്ത്ര അധ്യാപകൻ MT കുഞ്ഞുമോൻ മാത്സ് ഫെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികളുടെ കഴിവുകൾ പ്രകടമാക്കുന്നതിനും അവരുടെ വിശകലന ശേഷി വർദ്ധിപ്പിക്കുന്നതിനും മാത്സ് ഫെയർ സഹായകമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു.
വിവിധ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ ഗണിത മാതൃകകൾ, പ്രൊജക്റ്റുകൾ, പുതുമയാർന്ന കണ്ടെത്തലുകൾ എന്നിവ പ്രദർശനത്തിലെ പ്രധാന ആകർഷകങ്ങളായിരുന്നു. ഗണിതത്തിലെ സങ്കീർണതകളില്ലാതെ വസ്തുതകൾ എളുപ്പമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന നിരവധി സൃഷ്ടികൾ മാത്ത് ഫെയറിന്റെ ശ്രദ്ധേയമാക്കി. ബദനി സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, വിദ്യാർത്ഥികളായ ഐഷത്ത് സിമ്ര, ഡിയാൻ അജിൻ പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു. ഗണിതശാസ്ത്ര വിഭാഗം മേധാവി മിജു ചുങ്കത്തും അധ്യാപകരും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വീട് ഫേർണിഷ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനും അപ്പുറം ഒരുപാട് ഫേർണിച്ചേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് കാസിയോ ഹോം ഡെക്കോർ. ഊഞ്ഞാലുകൾ, പ്രീമിയം ആൻഡ് നോർമൽ സോഫ സെറ്റുകൾ, വെറൈറ്റി കളക്ഷൻ ഓഫ് വുഡൻ ബെഞ്ച് ആൻഡ് വുഡൻ ചെയർസ്, ചാരുകസേര, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കട്ടിലുകളും അതിനിണങ്ങിയ നോർമൽ ആൻഡ് സ്പ്രിംഗ് ബെഡുകളും, കൂടാതെ ടീപ്പോയ്, അൽമാര, ഡ്രസ്സിംഗ് ടേബിൾ, ദിവാൻ കുട്ട്, പിന്നെ ഡൈനിങ് ടേബിളിന്റെയും അതിനോടൊപ്പമുള്ള ചെയറിന്റെയും ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാസിയോ ഹോം ഡെക്കോർ, കാലിക്കറ്റ്, പാറയമ്പാടം, കുന്നംകുളം. കടവല്ലൂർ പഞ്ചായത്തിലെ ഒറ്റപ്പിലാവ് മുട്ടിപ്പാലം തടയണയുടെ പുനർനിർമ്മാണം പാതിവഴിയിൽ നിലച്ചതോടെ വെള്ളം ലഭിക്കാതെ വിണ്ടുകീറി പാടശേഖരങ്ങൾ. തടയണയിലെ വെള്ളം ആശ്രയിച്ചിരുന്ന 200 ഏക്കർ നെൽകൃഷി ഉണക്ക് ഭീഷണിയിലായി. നട്ട് 2 ആഴ്ച പിന്നിട്ട നെൽച്ചെടികളാണ് നാശത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നത്. കടവല്ലൂർ, ചാലിശ്ശേരി എന്നീ പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള താഴാപ്പുറം പാടം, പുറ്റിങ്ങൽ പാടം, കാക്കശ്ശേരി പാടം എന്നീ പാടശേഖരങ്ങളിലെ കൃഷിക്ക് വെള്ളം ശേഖരിച്ചിരുന്ന മുട്ടിപ്പാലം തടയണയും പാലവും പുതിയത് നിർമ്മിക്കാൻ മാസങ്ങൾക്ക് മുൻപേ പൊളിച്ചു മാറ്റിയിരുന്നു. 2 കോടി രൂപ ചെലവിട്ട് മുട്ടിപ്പാലം റെഗുലേറ്റർ കം ബ്രിഡ്ജായി പുനർനിർമ്മിക്കുകയും തണത്തറ മുതൽ മുട്ടിപ്പാലം വരെയുള്ള 1.15 കിലോമീറ്റർ തോട് ആഴവും വീതിയും കൂട്ടി നവീകരിക്കുകയും ചെയ്യുന്ന പദ്ധതിക്ക് വേണ്ടിയാണ് പാലവും തടയണയും പൊളിച്ചത്. എന്നാൽ തോട് വീതി കൂട്ടിയതിനു ശേഷം പണി നിർത്തിവെച്ചു. മഴക്കാലം തീർന്നാൽ നിർമ്മാണം തുടങ്ങുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ പണി തുടങ്ങാനുള്ള നടപടികളൊന്നും ഇതുവരെ ആയിട്ടില്ല. താൽക്കാലിക തടയണ നിർമ്മിക്കാമെന്ന വാഗ്ദാനമെല്ലാം പാഴായതോടെ പാടങ്ങളിൽ മുണ്ടകൻ കൃഷിയിറക്കിയ കർഷകർ പ്രതിസന്ധിയിലായി. മഴയിൽ പെയ്ത വെള്ളമെല്ലാം തടയണയില്ലാത്തതിനാൽ ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവശേഷിക്കുന്നത് കൂടി ഒലിച്ചു പോകുന്നതിന് മുൻപ് താൽക്കാലിക തടയണ നിർമ്മിച്ച് വെള്ളം കെട്ടി നിർത്തുകയാണ് കൃഷി രക്ഷിക്കാനുള്ള ഏക പോംവഴി. ചൂട് ശക്തമായതോടെ തോട്ടിലെ ഒഴുക്ക് നാൾക്കുനാൾ കുറഞ്ഞു വരികയാണ്. 2-3 ദിവസത്തിനുള്ളിൽ താൽക്കാലിക തടയണ നിർമ്മിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. വടക്കേ തലയ്ക്കൽ ഫെർണാണ്ടോ മോഹന്റെ ഉടമസ്ഥതയിലുള്ള ജയ്ഹോ മാരി ക്രിസ് വില്ലാസ്, മെയിൻ റോഡ്, പഴഞ്ഞി, നവംബർ 30 വൈകിട്ട് 5 മണിക്ക് പഴഞ്ഞി പള്ളി വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ആന്റണി പൗലോസ് എന്നിവർ ചേർന്ന് വില്ലയുടെ കൂദാശ കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും പങ്കെടുത്തു. ഈ വില്ലയിൽ 4 അപ്പാർട്ട്മെന്റുകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഓരോ അപ്പാർട്ട്മെന്റിലും 2 ബെഡ്റൂം, 2 ബാത്റൂം, ഹാൾ, ഡൈനിങ് ഹാൾ, പ്യുവർ ഡ്രിങ്കിംഗ് വാട്ടർ, പാർക്കിംഗ് സൗകര്യം എന്നിവ ലഭ്യമാണ്. ബിസിനസ് ആവശ്യങ്ങൾക്ക് ബന്ധപ്പെടുക. ഫെർണാണ്ടോ 9567933471, ലിലു ബിൽഡേഴ്സ് 9496166811.
ചാലിശ്ശേരി മുഴുവൻ വിളക്കുപന്തലും 1200 മാളികപ്പുറങ്ങളുടെ താലംവരവും ചരിത്രമെഴുതി ഗിന്നസ് നേട്ടത്തിലേക്ക്. ചാലിശ്ശേരി ശ്രീ മുലയംപറമ്പത്തുകാവ് ക്ഷേത്രസന്നിധിയിൽ ശനിയാഴ്ച നടന്ന 29ാമത് മുഴുവൻ വിളക്കാഘോഷം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വിളക്കുപന്തൽ എന്ന പ്രത്യേകതയോടൊപ്പം 1200-ലധികം മാളികപ്പുറങ്ങൾ ഒരുമിച്ച് താലം ചൊരിയുന്ന താലംവരവും ചരിത്രമെഴുതി. ഏകദേശം 6000 ചതുരശ്രടി വിസ്തൃതിയിലുള്ള പന്തലിനകത്തൊരുക്കിയ ഭക്തിസാന്ദ്രമായ താലംവരവ് ഭക്തജനങ്ങളിൽ അതുല്യാനുഭവമായി മാറി. ദേശവിളക്കുകളിൽ 1200 മാളികപ്പുറങ്ങൾ ഒന്നിച്ചെത്തുന്നത് തന്നെ ചരിത്രമാണെന്ന് അകമല ശ്രീധരൻ ഗുരുസ്വാമിയുടെ ശിഷ്യൻ രഞ്ജിത്ത് അകമല പറഞ്ഞു. ശബരിമല മാതൃക പുനഃസൃഷ്ടിച്ച ശ്രീ ധർമ്മശാസ്ത്ര വിളക്ക് സംഘം അകമലയുടെ നേതൃത്വത്തിൽ ശബരിമലയുടെ 7 ദിവ്യ സന്നിധികൾ പന്തലിനകത്ത് ദൈവീയമായി പുനഃസൃഷ്ടിച്ചു. പന്തലിൽ അയ്യപ്പക്ഷേത്രം, വാവർപള്ളി, മാളികപ്പുറത്തമ്മ, കൊച്ചുകടുത്ത സ്വാമി, കരുമല ദേവത എന്നിവയും പുറത്ത് നാഗത്ര, കന്നിമൂലയിൽ ഗണപതി ക്ഷേത്രം, കൊടിമരം, മതിൽക്കെട്ട്, പടിപ്പുര എന്നിവയും ഉൾപ്പെടുത്തി യഥാർത്ഥ ശബരിമല അന്തരീക്ഷം പുനഃസൃഷ്ടിച്ചതോടെ ഭക്തർക്ക് വാതിലിലൂടെ കയറിയ നിമിഷം തന്നെ ദൈവികാനുഭവമായി മാറി. ശ്രീ ധർമ്മശാസ്ത്ര വിളക്ക് സംഘം അകമലയുടെ നേതൃത്വത്തിൽ 35 ശാസ്താപാട്ടുകാരും 20 അമ്പലം പണിക്കാരും ചേർന്നാണ് വിളക്ക് പന്തലിനകത്ത് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത്. രഞ്ജിത്ത് അകമലയുടെ മുഖ്യ നിർദ്ദേശത്തിൽ ക്ഷേത്രങ്ങൾ ഭക്തിയുടെ ഉജ്ജ്വല സൃഷ്ടിയായി മാറി. വിളക്ക് ദിവസം രാവിലെ താലവാദ്യവും ഉടുക്കുപാട്ടും ചെണ്ടമേളവും അകമ്പടിയായി അയ്യപ്പനെ പ്രതീകാത്മക ക്ഷേത്രത്തിൽ കുടിയിരുത്തി. ഉച്ചയ്ക്ക് 3-ന് ഉടുക്കുപാട്ടിന്റെ അകമ്പടിയോടെ പ്രദക്ഷിണം നടത്തുന്ന പടപ്പുറപ്പാട് കൂവേശ്വര ക്ഷേത്രത്തിലേക്ക് പോയി. തുടർന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ്, ഗജവീരന്മാർ, പഞ്ചവാദ്യം, ചെണ്ടമേളം എന്നിവയുടെ താളത്തിൽ താലമെടുത്ത് 1200 മാളികപ്പുറങ്ങൾ എഴുന്നള്ളിപ്പിൽ പങ്കെടുത്തു. പുലർച്ചെ കോതമംഗലം ശിവക്ഷേത്രത്തിൽ നിന്ന് പാൽക്കുടം എഴുന്നള്ളിപ്പുണ്ടായി. തിരുവുഴിച്ചിൽ, വെട്ടും തടയും ഗുരുതി സമർപ്പണത്തോടെ സമാപനമായി. 3 ജില്ലകളിലായി നിന്നെത്തിയ ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ആഘോഷം ഭക്തിസാന്ദ്രമായി. 29ാമത് വിളക്ക് പന്തൽ ഗിന്നസ് റെക്കോർഡിലേക്ക് കയറുമെന്ന പ്രതീക്ഷ ഉയർന്നിട്ടുണ്ടെന്ന് വിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് കുട്ടൻ ആലിക്കര, സെക്രട്ടറി കെ ഭാസ്കരൻ, ട്രഷറർ ചന്ദ്രൻ അമിത എന്നിവരും മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും പറഞ്ഞു. ചാലിശ്ശേരിയെ ലോകവേദിയിലെത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഭക്തർ.